മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠമാണ് ദോഗരയ്യ എന്ന് പറയുന്നത്. രണ്ട് കുരുവി പക്ഷികൾ എന്നാണ്. ഓക്കെ, സ്പാരോസ്. അതാണ് നമുക്ക് പഠിക്കാനുള്ള ദോഗരയ്യ. ഇത് എഴുതിയിരിക്കുന്നത് ഭീഷ്മസാഹിനി എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. ഓക്കെ, ഈ പാഠഭാഗത്തെ ഞാൻ 10 പോയിന്റുകളാക്കി ചുരുക്കി പറയാൻ പോവുകയാണ്. മൊത്തം ഒരു വലിയ പാഠമാണ്, അതിനെ 10 പോയിന്റുകളാക്കി ചുരുക്കി പറയാൻ പോവുകയാണ്. ഏതാണ് 10 പോയിന്റുകൾ നോക്കൂ. അതായത് ഒന്നാമത്തെ പോയിന്റ്, ഏക് പരിവാർ കെ, ഒരു ഫാമിലിയുടെ ഗർമേ, വീട്ടിൽ, ബഹുത്ത് സെ, വളരെയധികം, പക്ഷി ഔർ ജാൻവർ, പക്ഷികളും മൃഗങ്ങളും രഹത്തെ, താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫാമിലിയുടെ വീട്ടിൽ, ആ വീട്ടിൽ ധാരാളം പക്ഷികളും ഒരുപാട് മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്. നോക്കൂ, അണ്ണാരക്കണ്ണൻ വരുന്നുണ്ട്, ആ വീട്ടിൽ പൂച്ചയുണ്ട്, ഒക്കെ ഉണ്ട്, മൃഗങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എലികളൊക്കെ ഉണ്ട്. ഓക്കെ, പലതരം പക്ഷികളും അവിടെ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ദോ ഗരയ്യാമ്പി, ഈ ഒരുപാട് പക്ഷികളുടെ കൂട്ടത്തിലേക്ക് 2 ചിട്ടികളും കൂടി, 2 ഗരയ്യകള്, 2 സ്പാരോസും കൂടി, ഊസ് ഗർമേ, ആ വീട്ടിൽ, അപ്പന, തങ്ങളുടേതായ ഗോസല എന്ന് പറഞ്ഞ പക്ഷിക്കൂട്, ബനാനയിലേക്ക് കൂട് വെക്കാൻ തുടങ്ങി, കൂട് കെട്ടാൻ തുടങ്ങി. ഗോസല എന്ന് പറഞ്ഞ പക്ഷിക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഇരിക്കെ നോക്കൂ, പിതാജിക്കോ, ആ വീട്ടിലെ പിതാവിന്, മൂന്നാമത്തെ പോയിന്റ്, പിതാജിക്കോ, പിതാവിന്, ഗരയോംക, ഈ സ്പാരോസിന്, ഈ കുരുവി പക്ഷികളെ, ഗർമേ രഹിന, അവർ ഈ കുരുവി പക്ഷികൾ ഈ വീട്ടിൽ താമസിക്കുന്നത്, പസന്ത്, ഇഷ്ടം, നഹിത, അവർക്ക് ഈ പക്ഷികൾ ഈ വീട്ടിൽ താമസിക്കുന്നത് ആ കുടുംബനാഥന് തീരെ ഇഷ്ടമല്ല. അദ്ദേഹം കൈയൊക്കെ മുട്ടിച്ച് ഓടിച്ചത് ആ ഫാനിന്റെ ഉള്ളിലേക്ക് വന്ന് സെറ്റായി നോക്കുന്നത്. ഇവിടെ കണ്ടോ, ഫാനിന്റെ ഇവിടെ കണ്ടോ, ഇവിടെ കണ്ട കൂട് കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. വരുമ്പോൾ അദ്ദേഹം ഓടിക്കാനൊക്കെ ശ്രമിക്കും. എന്നാൽ 4, വേ ഗരയോങ്കോ, അദ്ദേഹം ഈ സ്പാരോസിനെ ബാർ ബാർ, നിരന്തരമായി, ഗർസെ, വീട്ടിൽ നിന്ന്, ബാഹർ നിക്കാലിലേക്ക്, പുറത്തു കളയാൻ വേണ്ടി, കോശിഷ് കർത്തത്, പരിശ്രമിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കെ പിതാജി, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അങ്ങനെ കൈകൊക്കെ മുട്ടിയിട്ട് പക്ഷി പോകത്തോണ്ട് പിതാജി ഗരയോംക, ഈ പക്ഷികളുടെ ഗോസലാത്തോ, പക്ഷിയുടെ കൂടുകളെ, തോടനേക്ക് കോശിഷ്കി, തകർക്കാൻ വേണ്ടി പുള്ളി പരിശ്രമിച്ചു. എന്നാൽ 6ാമത്തെ പോയിന്റ്, മാം, പക്ഷി അമ്മച്ചി അങ്ങനല്ല, ഗരയ്യോക്കെ സാത്ത്, അമ്മച്ചിക്ക് ഗരയ്യോട് സഹാനുഭൂതി വ്യക്തി, ആ പക്ഷികളോട് അയ്യോ, അദ്ദേഹത്തിന്റെ അതിന്റെ കൂടെ ഒന്ന് പൊളിക്കുന്ന, പാവങ്ങൾ അവിടെ നിന്നോട്ടെ, ഈ മനുഷ്യൻ എന്തിന്റെ തകരാറാണ്, പാവം കുഞ്ഞു പക്ഷികളല്ലേ, പാവം, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സഹാനുഭൂതി, ആർക്ക്, ഇദ്ദേഹത്തിന്റെ വൈഫിന്. ഓർ ഉൻക മജാക്ക് ബി ഉഡാത്തേ, ഇദ്ദേഹം ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പക്ഷികൾ അപ്പുറത്തൂടെ പോയിട്ട് ഇപ്പുറത്തോടെ വരും, ജനലിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ചാടി വരും, അടുക്കള വായിൽ അടിച്ചാൽ പിന്നെ അത് ആ വെന്റിലേഷന്റെ ഉള്ളിൽ കൂടെ ചാടി വരും. അങ്ങനെ ഇദ്ദേഹം എത്ര ഓടിക്കാൻ ശ്രമിച്ചാലും പക്ഷികൾ വീണ്ടും കൂടി വരുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊന്നും പറ്റിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉൻക മജാക്ക് ഉഡാത്തികെ, അദ്ദേഹത്തെ കളിയാക്കും, ആര്, വൈഫ്. ഓക്കെ, ഇനി 7ാമത്തെ പോയിന്റ്, ഗരയ്യാം ബാർ ബാർ ലൗട്ടുകർ, ആ പക്ഷികളെ ഓടിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ചിട്ട്, ഉസി ജഗ, ആ വീട്ടിൽ തന്നെ, അപ്പന ഗോസല ബനാനിലേക്ക് എത്ര ഓടിച്ചിട്ടും അവർ ആ വീട്ടിൽ തന്നെ കൂട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. 8ാമത്തെ പോയിന്റ്, പിതാവ് ഗുസ്സമേ, ദേഷ്യം പിടിച്ചിട്ട്, ഗരയോങ്ക ഗോസല, ആ പക്ഷികളുടെ കൂട് പൂരിത്തരക് നഷ്ടകർദിയ, പൂർണ്ണമായിട്ട് അദ്ദേഹം നശിപ്പിച്ചു, കൂടൊക്കെ പൊളിച്ച് അതിന്റെ വള്ളിയും, പിന്നെ അതിന്റെ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില്ലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നശിപ്പിച്ചു. പക്ഷേ അന്തമേം, അവസാനം, ഗരയ്യാം, ആ കൂടും പൊളിച്ച് പുറത്തേക്ക് പോയ പക്ഷികൾ, അപ്പനെ ബച്ചോക്കെ സാത്ത്, തങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക്, ഫിർ ഗർമേ ലൗട്ടായി, തിരിച്ചു വരികയുണ്ടായി. മനസ്സിലായോ? അപ്പോ അന്തമേ, അവസാനം, ഗരയ്യവും, ആ സ്പാരോകൾ, അപ്പനെ ബച്ചോക്കെ സാത്ത്, തങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക്, ഫിർ ഗർമേ ലൗട്ടായി, തിരിച്ചു വന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ഫാനിന്റെ ആ അടപ്പിന്റെ ആ ഭാഗത്ത് മുകളിൽ പിന്നെ പക്ഷികളുണ്ടായിരുന്നു, മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 10ാമത്തത്, കഹാനി മനുഷ്യ ഓർ പക്ഷിയോ കെ ബീച്ച്, കഥ എന്തിനെ സൂചിപ്പിക്കുന്നു, കഹാനി, അവസാനത്തെ പോയിന്റ്, മനുഷ്യ ഓർ പക്ഷിയോ കെ ബീച്ച്, മനുഷ്യന്മാരുടെയും പക്ഷികളുടെ ഇടയിൽ, സഹ അസ്തിത്വ, സഹകരണവും നിലനിൽപ്പിന്റെയും, തഥാ, അതുപോലെ തന്നെ, ജീവജന്തുവൊക്കെ പ്രതി, എല്ലാ ജീവജാലങ്ങളോടും, പ്രേം കാ സന്ദേശ് ദേത്തി ഹേ, സ്നേഹം കാണിക്കുക എന്നുള്ള മെസ്സേജുമാണ്
ഈ പാഠം നമുക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും മനുഷ്യൻ തമ്മിൽ ഒരു ആത്മബന്ധം നിലനിൽക്കുന്നുണ്ടെന്നും അവരോട് സഹാനുഭൂതി ഉണ്ടാണെന്നും ഈ ഭൂമിയിൽ അവകാശികളാണ് അവർ കൂടിയെന്നും നമ്മുടെ സഹജീവികളാണ് അവരെല്ലാം എന്നുമുള്ള ഒരു സന്ദേശമാണ് ഈ പാഠം അവസാനമായി നമുക്ക് നൽകുന്നത്. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുടുംബനാഥൻ ഓടിക്കൽ നിർത്തി. അദ്ദേഹത്തിന് ഒരു ദയ തോന്നി ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട സമയത്ത്. അവിടെ നിന്നോട്ടെ എന്ന് അദ്ദേഹം അവസാനമായി തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെയാണ് ആ പാഠം അവസാനിക്കുന്നത്. ഈ പാഠവുമായിട്ട് മക്കളെ വലിയ പാഠത്തിനെ 10 പോയിന്റ് ആക്കി പറഞ്ഞു. ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന പ്രധാനപ്പെട്ട ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒക്കെ നിങ്ങൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നിങ്ങൾ ചെയ്ത് കാണും. ഓക്കെ, എന്നാൽ പ്രധാനമായി വരുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ആണ് ദോ ഗരയ്യ എന്നുള്ള പാഠത്തിൽ പ്രശ്ന और उत्तर, ചോദ്യവും ഉത്തരവും നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, दोनों गरैयों को 2 स्पैरोകളെയും पिताजी जब घर से बाहर निकालने की कोशिश कर रहे थे. पिताजी फादर घर से बाहर निकालने की, വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കോശിഷ് കർ രഹേ थे, പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. तो മാം, പക്ഷെ അമ്മ ക്യോ മദദ് നഹി കർ ദഹി ഥി, എന്തുകൊണ്ടാണ് അമ്മച്ചി ആ വീട്ടിലെ കുടുംബനാഥനായ തന്റെ ഭർത്താവിന്റെ കൂടെ ആ പക്ഷികളെ ഓടിക്കാൻ സഹകരിക്കാതിരുന്നത് എന്നാണ് ഉത്തരം. വാസ്തവത്തിൽ ദോനോ ഗരയോങ്ക, 2 കുരുവികളുടെയും, ബാഹർ നിക്കാൽന, 2 കുരുവികളെയും, ദോനോ ഗരയോങ്ക 2 കുരുവികളെയും, ബാഹർ നിക്കാൽന, പുറത്തു കളയാ, മാം നെഹി ചാത്തിതി, അമ്മച്ചി ആഗ്രഹിച്ച ചെറിയ 2 പക്ഷികളല്ലേ, അവരവിടെ എവിടെയെങ്കിലും കൂടിച്ച് ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് അമ്മച്ചി വിചാരിച്ചത്. ഇസിലെ ഇതുകൊണ്ട് വ പിതാജിക്ക്, അദ്ദേഹം പിതാവിനെ മദദ് ഹെൽപ്പ് നെഹി കർ രഹിതി, ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ ആ പക്ഷികൾ അവിടെ എവിടെയെങ്കിലും താമസിച്ചിട്ട് ഈ മനുഷ്യൻ എന്തിൻ്റെ കേടാ, അതിന് യാതൊരു ശല്യവും ഇല്ലല്ലോ, അത് അവിടെ ജീവിച്ചു പോയിക്കോട്ടെ എന്നുള്ള മനോഭാവമായിരുന്നു ആ വീട്ടിലെ കുടുംബനാഥയ്ക്ക്. അതുകൊണ്ടാണ് കുടുംബനാഥന്റെ കൂടെ പക്ഷി ഓടിക്കാൻ വേണ്ടി കൂട്ടുകൂടാതിരുന്നത്. അടുത്ത ചോദ്യം, കിസിക്കോ സച്ചുമുച്ച് ബാഹർ നിക്കാൽനാഥോ, ഏതൊന്നിനെയും സച്ചുമുച്ച് സത്യത്തിൽ ബാഹർ നിക്കാൽന ഹേത്തോ, പുറത്തു കളയണമെന്നുണ്ടെങ്കിൽ, എന്തൊന്നിനെയും പുറത്തു കളയണമെന്നുണ്ടെങ്കിൽ ഉസ്ക ഗർഹി തൊടന ചായി, ഏതൊരു ജീവി വീട്ടിൻ്റെ അകത്ത് സെറ്റിലാണോ അതിനെ പുറത്തു കളയണമെങ്കിൽ ആദ്യം അതിന്റെ വീടിന്റെ അകത്ത് അതിന്റെ കൂട് പൊളിക്കണം. പിതാജീനെ ഗുസ്സമ ഐസക്യോങ്ക, പിതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒരുപാട് തവണ ഓടിച്ചു, പക്ഷി പോകുന്നില്ല, തിരിച്ചു വന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി കൂട് പൊളിച്ചെങ്കിലേ വരാതിരിക്കുള്ളൂ. ക്യാ ഉൻകെ കഥൻസ്, എന്താ അദ്ദേഹത്തിന്റെ കഥൻസ് വചനത്തോട് മാം സഹമത്ത് നീ, അമ്മ സഹകരിച്ചിട്ടുണ്ടോ? തും സഹമത്ത് ഹോ യാ നഹി, ഇതിനോട് ഇനി നിങ്ങൾ സഹകരിക്കുമോ ഇല്ലയോ? അദ്ദേഹം മനസ്സിലാക്കി സ്പാരോകൾ എത്ര ഓടിച്ചിട്ടും പോകുന്നില്ല. പോത്തനെ കാരണം അവരുടെ ഇതിന്റെ അകത്തുള്ള കൂട് ആദ്യം പൊളിക്കണം, നിങ്ങളെ പോകുള്ളൂ. പക്ഷെ ആ കൂട് പൊളിക്കുന്നതുകൊണ്ട് ആ വീട്ടിലെ അമ്മച്ചി സഹകരിച്ചില്ല. നിങ്ങൾ ഈ പാഠങ്ങൾക്ക് നിങ്ങൾ സഹകരിക്കുമോ? ഉത്തരം ഇതാണ്. ഉത്തരം എങ്ങനെയാണ്? പിതാജിക്ക് ഈസ് കഥൻസെ, പിതാവിന്റെ ഈ വചനത്തോട് മാം അമ്മ ജരാബി അല്പം പോലും സഹമത്ത് സഹകരണം നെഹീദി കാണിച്ചില്ല. മാം കെ രായ്മേ, അമ്മയുടെ രായ് എന്ന് പറഞ്ഞ അഭിപ്രായത്തിൽ ഗരയ്യോ ക ഗർ, ഗരയ്യകളുടെ വീട് തോടാ ഗയാത്തോ, തകർത്ത് കളഞ്ഞാൽ വേ കഹാൻ ജായെങ്കിൽ, പാവങ്ങൾ എവിടെ പോകുമെന്നാണ് അമ്മ ചിന്തിച്ചത്. ഉൻകെ അണ്ടോം ഓർ ബച്ചോങ്ക, അവരുടെ അതിലിട്ടിരിക്കുന്ന മുട്ടയുടെയും വിരിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ക്യാ ഹോഗ, അയ്യോ അവസ്ഥ, ചോരക്കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഫിർ ഹംബി, അല്ലെ, അതാണ് അമ്മച്ചി ചിന്തിച്ചത്. അത് നോക്കൂ, ഉൻകെ അണ്ടോം ഓർ ബച്ചോങ്ക ക്യാ ഹോഗ, ആ പക്ഷിക്കുഞ്ഞിന്റെ മുട്ടകളെയും ആ വിരിഞ്ഞിരിക്കുന്ന ഇപ്പൊ ചോരക്കുഞ്ഞുങ്ങളെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ് അമ്മ ചിന്തിച്ചത്. അതുകൊണ്ട് അമ്മച്ചി സഹകരിച്ചില്ല. ഇനി ഫിർ ഹംബി സഹമത്ത് നഹി, നമുക്കും സഹമത്ത് ഹി നഹി, സഹകരിക്കാൻ പറ്റില്ല. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വോ ചിടിയാഹെ, അതൊരു പക്ഷിയാണ്, ചെറിയ പക്ഷിയാണ്. യദി കിസി കെ സാത്ത്, ഒരു പക്ഷേ ലോകത്താരോടും ഐസാ ഹോത്തോ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉസ്കെ ഹൃദയ്, അതിന്റെ ഹൃദയം ടൂട്ട് ജായക, ആരോടാണ്, ഏത് ജീവിയോടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതിന്റെ ഹൃദയം തകർന്നു പോവുക തന്നെ ചെയ്യും. നമ്മുടെ വീട് ഒരു ടീം വന്നിട്ട് ബുൾഡോസറെ കൊണ്ടുവന്ന് പൊളിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ചു, അപ്പനും അമ്മയും എല്ലാം, അമ്മയും ഡാഡിയും എല്ലാം ചേർന്നിട്ട് നമ്മളിങ്ങനെ റോഡ് വക്കത്തിരിക്കേണ്ട, വെയിലും മഴയും കൊണ്ടിരിക്കേണ്ടി വരിക, നമ്മുടെ വീട് തകർന്നു പോയാൽ നമ്മുടെ വേദന എന്തായിരിക്കും? അതുപോലെ അവർക്കും ഉണ്ടാവും. ഓക്കെ, അതൊന്നും നമ്മൾ അതിനോട് സഹകരിക്കുന്നില്ല. മൂന്നാമത്തെ ചോദ്യം, ദേക്കോ ജി, നോക്കൂ ജി, ആരാണ്? വീട്ടിലെ അമ്മച്ചി പറയാണ് അപ്പനോട്, ദേക്കോ ജി ചിടിയോക്കോ മത്ത് നിക്കാല്, നിങ്ങൾ ആ പക്ഷികളെ ഓടിക്കാതിരിക്കൂ. മാംനെ പിതാജി സെ, അമ്മ പിതാവിനോട് ഗംഭീരത സെ, ഗൗരവത്തോടു കൂടി ക്യോ മൈസക്ക, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്?
വളരെ ഗൗരവം. നിങ്ങൾ അതിനെ വിട്ടേക്കൂ, അതിനെ ഓടിക്കാൻ നിൽക്കല്ല, അവിടെ നിൽക്ക് എന്ന് ഗൗരവത്തോടി പറയാൻ കാരണം എന്ത്? മാം ഇസിലിയേ, അമ്മച്ചി ഇതുകൊണ്ട് പരേശാന്തി ടെൻഷനിലായിരുന്നു. കി എന്നാൽ യതി ഒരു പക്ഷേ ചിടിയാകൾ ആ പക്ഷികൾ അണ്ടേ ദിയേ ഹോങ്കേത്തോ, ആ കൂടിന്റെ അകത്ത് ഒരു പക്ഷേ പക്ഷികൾ എത്ര ഓടിച്ചിട്ടും പോവാതെ ഇങ്ങോട്ട് വരുന്നത്, അവർ വേദനിച്ച് പിടഞ്ഞു കളിച്ചുകൊണ്ട് കൊണ്ട് വരുന്നത്, ഒരു പക്ഷേ അവരതിൻ്റെ അകത്ത് മുട്ട ഇട്ടിട്ടുണ്ടെങ്കിലോ ഓ ടൂട്ട് സക്തേ, അത് കൂട് തകർക്കുമ്പോൾ അത് വീണ് പൊട്ടിപ്പോയില്ലേ. ഓർ ചിടിയ പരേശാൻ ബി ഹോ സക്തി, പക്ഷികൾ വല്ലാതെ പരേശാൻ, അവശരാവൂലേ, ടെൻഷനാവൂലേ, പ്രശ്നത്തിലാവൂലേ. ഇതുകൊണ്ട് ആ പക്ഷികളുടെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കിയിട്ട് ഒരു മാതാവിന്റെ സ്ഥാനത്ത് ഈ സ്ത്രീ ഇതുകൊണ്ട് മാതാജി അമ്മച്ചി, പിതാജി സെ പിതാവുമായിട്ട് ഗംഭീരദാസെ വളരെ സ്ട്രോങ് ആയിട്ട് കഹ പറഞ്ഞു. കി എന്തെന്നാൽ ചിടിയോ കമ്മത്ത് നിക്കാലോ, നിങ്ങൾ ദയവ് ചെയ്ത് ആ പക്ഷികൾ ഓടിക്കാതിരിക്കൂ എന്ന് പറഞ്ഞതിന്റെ കാരണം അവർ മുട്ടയിട്ടുണ്ടാവും, ഒരു പക്ഷേ മുട്ട വിരിഞ്ഞ് കുഞ്ഞായിരിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്നതുകൊണ്ടാണ്. അടുത്ത ചോദ്യം നമ്മളോട് ചോദിക്കുന്ന അവസാനത്തെ ചോദ്യമാണ് ഈ പാഠത്തിലെ 4ാമത്തെ ചോദ്യം. കമരേമേ ഫിർസെ, റൂമിന്റെ അകത്ത് വീണ്ടും ഷോർ ഹോനെ പർ, ബഹളമുണ്ടായപ്പോൾ പിതാജി ഗരയോങ്കോ, പിതാജി പക്ഷികളെ ദേക്കർ കണ്ടിട്ട് മുസ്കുരാത്തെ രഹിക്കും, പുഞ്ചിരിച്ചു. ലാസ്റ്റ് അമ്മച്ചി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ഇനി ഇങ്ങനെ നിങ്ങൾ ഒഴിക്കലൊക്കെ നിർത്തുന്നു. ആ സമയത്ത് പക്ഷി പുറത്തേക്ക് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പക്ഷികൾ അത് ഇവരൊന്നും കാണാതെ വീണ്ടും അതിൻ്റെ അകത്ത് വന്ന് താമസിച്ച് സംസാരിക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഈ മനുഷ്യൻ ചിരിച്ചു. അപ്പൊ നോക്കൂ എന്തുകൊണ്ട് മുസ്കുരാത്തെ ക്യോ. ജബ പിതാജി, എപ്പോൾ ഫാദർ ഗോസല തോടിനെ ചലേത്തോ, കൂട് തകർക്കാൻ പോയോ, ഉസ്മേ അതിൽ അണ്ടേ ദേക്കർ, മുട്ടയെ കണ്ടിട്ട്, ഉനോനെ അദ്ദേഹം ഉസേ വാപ്പസ് രക്കുതിയ. കഥയുടെ അവസാനം നിങ്ങൾക്കറിയാം, അവസാനം തകർക്കാൻ അതിന്റെ മുകളിൽ സ്റ്റൂളൊക്കെ ഇട്ട് കയറി എന്തായാലും കൂട് പൊളിക്കാൻ നോക്കുമ്പോൾ കൈ അതിന്റെ ചണ്ടികളൊക്കെ ഉണ്ടാവില്ല, എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കുഞ്ഞിനെ അതിന്റെ മുട്ട കണ്ടു. ലേ രക്കുതിയ ഗരയ്യാക്കി തരവ്, അതാണ് ഉനോനെ ഉസേ, അതാണ് അണ്ടേ ദേക്കർ, മുട്ട കണ്ടപ്പോൾ ആ മുട്ടയെടുത്തെറിയാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ പക്ഷികൾ ഹൃദയം പടഞ്ഞിങ്ങനെ കളിക്കുന്നത്. ഉനോനെ ഉസേ വാപ്പസ് രക്കുതിയ, അദ്ദേഹം അതിനെ തിരിച്ചു വെച്ചു. ഫിർ ഗരയ്യാക്കി തരഫ് ദേക്കർ, എന്നിട്ട് ആ പക്ഷികളെ നോക്കിയിട്ട് മുസ്കുരാത്തെ രഹെ, പുഞ്ചിരിച്ചു കൊണ്ടേയിരുന്നു. ഓർ തബ്, അപ്പോൾ ഉൻകോ പതാചല, അദ്ദേഹത്തിന് പതാചല, മനസ്സിലാക്കാൻ പറ്റി. കി എന്നാൽ കിസിക ഗർ, ഒന്നിന്റെയും വീട് തോടിന ഉചിതനഹി, തകർക്കുന്നത് ഉചിതമേ അല്ല. അണ്ടേസെ ബച്ചേ, മുട്ടയിൽ നിന്ന് കുട്ടികൾ, നിക്കൽക്കർ, പുറത്തു വന്നിട്ട്, കുച്ച് ദിൻസെ, കുറച്ച് ദിവസം കൊണ്ട്, വ കുദ്ഹി, അവർ സ്വയം തന്നെ, ചിടിയാക്കെ സാത്ത്, തള്ളപ്പക്ഷികളുടെ കൂടെ, കഹീം ചലേ ജായെങ്കിൽ, എവിടെയെങ്കിലേക്കും പോയിക്കൊള്ളും. ഇപ്പോൾ മുട്ടയിടാനായ സമയത്ത് തൽക്കാലം നമ്മുടെ വീട്ടിൽ കയറി അവിടെ കൂടുണ്ടാക്കി മുട്ടയിട്ടു. ഇങ്ങനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളൊന്ന് വലുതായി കഴിഞ്ഞാൽ സാഹചര്യം വളരെ നല്ലതല്ല, ഇവിടുത്തെ വീട്ടിലെ സിറ്റുവേഷൻ ശരിയല്ല എന്ന് മനസ്സിലാക്കി എങ്ങോട്ടെങ്കിലും ആ പക്ഷികൾ പോയിക്കൊള്ളും. പക്ഷെ അതിനെങ്കിലുള്ള സാവകാശം കൊടുക്കൂ എന്നാണ് അമ്മച്ചി പറഞ്ഞത്. ഇദ്ദേഹത്തിന് തോന്നി ഒന്നിനെ വീട് അങ്ങനെ തകർക്കുന്നത് ശരിയല്ല, അതങ്ങ് പോയിക്കോളും എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് നിങ്ങൾ ഗംഭീരമായിട്ട് പഠിക്കുക, പരീക്ഷയിൽ നമുക്ക് സുന്ദരമായിട്ട് ഇടണം. ഓക്കെ, ബൈ.